അധ്യായം 4. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഏബെനേസരിനരികെ പാളയമിറങ്ങി. ഫെലിസ്ത്യർ അഫേക്കിലും പാളയമിറങ്ങി. ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരന്നു. പട പരന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. പടജ്ജനം പാളയത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്ത്? നാം ശീലോവിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം നമ്മുടെ അടുക്കൽ വരുത്തുക. അത് നമ്മുടെ ഇടയിൽ വന്നാൽ നമ്മെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ശീലോവിലേക്ക് ആളയച്ചു. അവർ കിരൂബുകളുടെ മധ്യേ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തോടുകൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങും വണ്ണം ഇസ്രായേലെല്ലാം ഉച്ചത്തിൽ ആർപ്പിട്ടു. ഫെലിസ്ത്യർ ആർപ്പിൻ്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നുവെന്ന് ഫെലിസ്ത്യർ പറഞ്ഞ് ഭയപ്പെട്ടു. നമുക്കയ്യോ കഷ്ടം, ഇങ്ങനെയൊരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ ആര് രക്ഷിക്കും? മിസ്രയീമ്യരെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇതുതന്നെ. ഫെലിസ്ത്യരെ, ധൈര്യം പൂണ്ട് പുരുഷത്വം കാണിപ്പീൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നതുപോലെ നിങ്ങൾ അവർക്കാകരുത്. പുരുഷത്വം കാണിച്ച് പൊരുതുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേലിൽ 30,000 കാലാൾ വീണുപോകത്തക്കവണ്ണം ഒരു മഹാസംഹാരം ഉണ്ടായി. ദൈവത്തിൻ്റെ പെട്ടകം പിടിപ്പെട്ടു. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയി. പോർക്കളത്തിൽ നിന്നൊരു ബെന്യാമീന്യൻ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ഓടി അന്ന് തന്നെ ശീലോവിൽ വന്നു. അവൻ വരുമ്പോൾ ഏലി നോക്കിക്കൊണ്ട് വഴിയരികെ തൻ്റെ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പെട്ടകത്തെക്കുറിച്ച് അവൻ്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ പട്ടണത്തിലെത്തി വസ്തുത പറഞ്ഞപ്പോൾ പട്ടണത്തിലെല്ലാം നിലവിളിയായി. ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരവം എന്തെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ബന്ധപ്പെട്ടു വന്നു ഏലിയോടും അറിയിച്ചു. ഏലിയോ 98 വയസ്സുള്ളവനും കാണുവാൻ വഹിയാതെ വണ്ണം കണ്ണു മങ്ങിയവനുമായിരുന്നു. ആ മനുഷ്യൻ ഏലിയോട്, ഞാൻ പോർക്കളത്തിൽ നിന്ന് വന്നവനാകുന്നു. ഇന്ന് തന്നെ ഞാൻ പോർക്കളത്തിൽ നിന്ന് ഓടിപ്പോന്നു എന്ന് പറഞ്ഞു. വർത്തമാനം എന്താകുന്നു മകനെ എന്ന് അവൻ ചോദിച്ചു. അതിന് ആ ദൂതൻ, ഇസ്രായേൽ ഫെലിസ്ത്യരുടെ മുമ്പിൽ തോറ്റോടി. ജനത്തിലൊരു മഹാസംഹാരം ഉണ്ടായി. നിന്റെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയി. ദൈവത്തിൻ്റെ പെട്ടകവും പിടിപ്പെട്ടുപോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. അവൻ വൃദ്ധനും സ്ഥൂലിച്ചവനുമായിരുന്നു. അവൻ 40 സംവത്സരം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. എന്നാൽ അവൻ്റെ മരുമകൾ ഫിനെഹാസിൻ്റെ ഭാര്യ പ്രസവമെടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപെട്ടു പോയതും അമ്മായിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന് സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിൻ്റെ പെട്ടകം പിടിപ്പെട്ടു പോകുകൊണ്ടും അമ്മായിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്നും പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിൻ്റെ പെട്ടകം പിടിപ്പെട്ടു പോകുകൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു.